ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് വടം പൊട്ടി ആ കുട്ടി താഴേക്ക് വീണു. നിങ്ങൾ എന്തായി പറയുന്നേ? അതെ മേഡം. സാറേ സാറേ ഇതാരോ മുറിച്ചതാ. പിടിക്കേ. സാർ എന്താ ചെയ്യണ്ടേ? കോടതി പോലീസ്. ഓക്കെ ഓക്കെ. എത്രയും പെട്ടെന്ന് അവരെ തെരഞ്ഞേ പറ്റൂ. ഗൗതം, അയ്യോ, കാല് മുറിഞ്ഞല്ലോ. എന്തോ ഒരു അവശകുരവാ, അല്ലാതെ തൂക്കുകളൊക്കെ ഇങ്ങനെ പൊട്ടി വീഴില്ല. ശ്യാമ, നമുക്ക് പെട്ടെന്ന് ചെന്ന് ആശുപത്രിയിൽ പോവാം. ഡോക്ടറെ കാണാം. ഏട്ടത്തി, എന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും മോൾക്ക് വേണ്ടിയ. അങ്ങനെ ഒരു അപശകുനം വന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നൊരു തോന്നല്. എല്ലാ കാര്യത്തിനും ഇങ്ങനെ സംശയിച്ചാലോ ശ്യാമ? ഇല്ല, എനിക്ക് നല്ല ടെൻഷനുണ്ട്. അവളുടെ കാര്യമൊന്നും അറിയണം ഏട്ടത്തി. എടുത്ത് ഡയറക്ടറുടെ നമ്പറിലേക്കൊന്ന് വിളിച്ചേ. വിളിക്കേ. ഹലോ ഹലോ, ഇന്ദ്രജിത് മേനോനല്ലേ? ഒരു മിനിറ്റ്. ഹലോ, ഞാൻ സിംഗർ ശ്യാമയാണ്. മാഡം വിവരം അറിഞ്ഞിട്ട് വിളിച്ചാണോ? എന്ത് പറ്റി? അത് മാഡം, ഇവിടെ ലൊക്കേഷനിൽ ഒരു അപകടം സംഭവിച്ചു. എന്ത്? ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മാഡം. പുതിയ ഒരു ഹീറോയിനാണ് രാധിക. വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് വടം പൊട്ടി ആ കുട്ടി താഴേക്ക് വീണു. നിങ്ങൾ എന്തായി പറയുന്നേ? അതെ മാഡം. എന്താ ശ്യാമേ, എന്തു പറ്റി? ദൈവങ്ങളെ പിന്നെയും കൈവിട്ടു ഏട്ടത്തി. എന്റെ മോള്. ശ്യാമേ, എന്താ പറ്റിയേ? ദുശകുനം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, അത് അവളെ കുറിച്ചുള്ള എന്റെ തോന്നലാന്ന്. എന്റെ മോൾ അപകടത്തിൽപ്പെട്ടു. അവള് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്ന് കൊക്കയിലേക്ക് വീണു. അയ്യോ, പാവിയായി ഞാൻ പ്രസവിച്ചതിന്റെ കൊലി എന്റെ മൂക്കു കൂടി പകത്തു കൊടുത്തല്ലോ. അമ്മയാണെന്ന് പറഞ്ഞ് എന്റെ കൺമുന്നിൽ നിൽക്കാനോ ചേർത്ത് പിടിക്കാനോ അനുവദിച്ചില്ലല്ലോ എടുത്തി. എടുത്തി, നമുക്ക് പെട്ടെന്ന് ലൊക്കേഷനിലേക്ക് പോണം. രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ ആ ഡയറക്ടർ പറഞ്ഞു. അതുപോലെ എനിക്ക് എവിടെ പോണം? എന്റെ മോളെ കണ്ടുപിടിക്കണം. ശ്യാമ, വേറൊന്നും ഏട്ടത്തി എന്നോടിപ്പോ പറയണ്ട. എനിക്ക് പോയേ പറ്റും. എനിക്ക് എന്റെ മോളുടെ അടുത്തെത്തണം. എടുത്തി വാ, വാ പോവാം.
ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചിട്ടുണ്ട്. യൂണിറ്റിലെ അംഗങ്ങളും സ്റ്റൺ മാസ്റ്ററും ടീമും താഴേക്ക് പോയിട്ടുണ്ട്. വീണത് വലിയ പാറക്കെട്ടുള്ള സ്ഥലത്തേക്കാണ്. അസാധ്യമാണ്. താഴെയാണെങ്കിൽ കൊടുങ്കാടും. പ്രിയങ്ക, ഗൗതം, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാലോ? ഇപ്പൊ പോയ അവര് നമ്മളെ സംശയിക്കില്ലേ? ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത് ശരിയല്ലല്ലോ. ആ പണം മേടിച്ചവരെ നമ്മളെ ചതിച്ചല്ലോ. അവരെന്തിനാ ഓടിപ്പോയത്? അത് തെളിവല്ലേ? ഓടിപ്പോയത് നന്നായി, അല്ലെങ്കിൽ എല്ലാരും കൂടി ഇടിച്ച് ചതച്ച് അവന്മാരെ കൊണ്ട് പറയിപ്പിച്ചേനെ. പ്രശ്നമാവോ ഗൗതം? അവരൊരിക്കലും നമ്മുടെ പേര് പറയില്ല. കണിമംഗലത്ത് അറിയിച്ചോ? ഇല്ല, ചാനലിലൊക്കെ ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. വരുണ കണക്ക് കൂട്ടലിൽ തെറ്റിച്ചത്. വെറുതെ എടുത്ത് ചാടിയിട്ട്. ശ്യാമേ, എടുത്തി ഒന്ന് ചെല്ല്. അന്വേഷിച്ചവര് എന്തൊക്കെ ചെയ്തെന്ന് അവരോടൊന്ന് ചോദിക്ക്. ചെല്ല എടുത്തേ. എന്റെ ഈശ്വര, എന്റെ മോളെ എനിക്ക് തിരിച്ചു തരണേ. എങ്ങനെയാ അന്വേഷണം ഉദ്ദേശിക്കുന്നത്? ഈ ലൊക്കേഷന്റെ സ്വഭാവം അനുസരിച്ച് കുറച്ച് റിസ്ക് ആണ് മാഡം. താഴേക്ക് വീഴുന്ന ഇടങ്ങൾ മുഴുവൻ കൂർത്ത പാറകളാണ്. ഇനി അതിലൊന്നും തട്ടാതെ നേരെ വനത്തിലേക്കാണ് വീണിട്ടുള്ളതെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടുത്തെ സ്ഥലവാസികൾ പോലും പേടിക്കുന്ന സ്ഥലവാ താഴെ. ഇനിയിപ്പോ താഴെ പോയി ലോക്കൽസിനെ അറേഞ്ച് ചെയ്ത് തെരച്ചിൽ നടത്താം. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങാം. എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? എത്രയും പെട്ടെന്ന് തിരയാൻ ഇറങ്ങണ്ടേ? അല്ലാതെ പാറക്കെട്ടിന്റെയും കാടിന്റെയും ഒക്കെ ഭീഷണി പറഞ്ഞ് അന്വേഷണം തടസ്സപ്പെടുത്തുകയാണോ വേണ്ടത്?